MG യൂണിവേഴ്സിറ്റിയുടെ 2023 ക്വസ്റ്റ്യൻ പേപ്പർ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്? രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ട്രെൻഡ് അനാലിസിസിനെ കുറിച്ച് ഷോർട്ട് നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ആരാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് എന്ന ഉത്തരമാണ് നമ്മൾ നോക്കുന്നത്. എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഈസ് എ പ്രൊഫഷണൽ റെസ്പോൺസിബിൾ പേഴ്സൺ. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് തന്റെ തൊഴിൽപരമായി ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ഫോർ മാനേജിങ് ആൻഡ് ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് ഫംഗ്ഷൻസ്. ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ഫംഗ്ഷനും അക്കൗണ്ടിങ് ഫംഗ്ഷനും മാനേജ് ചെയ്യുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് അനാലിസിസ്, ധനകാര്യ പ്ലാനിങ്ങിനും വിശകലനത്തിനും. പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ പ്ലാൻസ്, ഫോർകാസ്റ്റ് ആൻഡ് അനാലിസിസ് ടു സപ്പോർട്ട് ബിസിനസ് ഡിസിഷൻസ്. അദ്ദേഹം തയ്യാറാക്കുന്ന ഈ പ്ലാനുകളും അദ്ദേഹം തയ്യാറാക്കുന്ന ഭാവി പ്രവചനങ്ങളും അതിനാണ് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അനാലിസിസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിശകലന പഠനങ്ങളും എല്ലാം നമ്മുടെ കമ്പനിയുടെ ഭാവി ബിസിനസ്സിനെ പിന്തുണയ്ക്കും എന്നതാണ് പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ വിശകലന പഠനം. ഒരു ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് ബജറ്റിംഗ് അല്ല, കോസ്റ്റ് കൺട്രോളിങ്ങിന്. എന്താണ് ബജറ്റിംഗ് എന്ന് പറയുന്നത്? വരവ് ചെലവ് മുൻകൂട്ടി കണക്കാക്കുന്നതാണ്. പണപരമായിട്ട് എത്ര രൂപ ചെലവ് വരും, എത്ര രൂപ വരുമാനം ഉണ്ടാക്കാൻ കഴിയും, ഇതാണ് ബജറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചെലവ് നിയന്ത്രിക്കുക, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക, അല്ലെ, ബജറ്റിനെ കൺട്രോൾ ചെയ്യുക, ബജറ്റിനെ മാനേജ് ചെയ്യുക. നമ്മുടെ എക്സ്പെൻസ് ഏറ്റവും കൂടുതൽ ഏതേത് വഴിക്കാണ് ചെലവുകൾ പോകുന്നത്, എക്സ്പെൻസിനെ ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും, അതിനുള്ള വഴികൾ തേടുക. ഇതൊക്കെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ വഴികൾ എന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗും ഇദ്ദേഹം ചെയ്യും. അതായത് ആരെയാണ് വിവരങ്ങൾ അറിയേണ്ടുന്നത് അവരത് അറിയിക്കലാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. സോ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അതായത് എന്തൊക്കെയാ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ഇൻകം സ്റ്റേറ്റ്മെന്റുകൾ, ബാലൻസ് ഷീറ്റുകൾ, ഇതൊക്കെ തയ്യാറാക്കി ബന്ധപ്പെട്ട കക്ഷികളെ, അറിയേണ്ടുന്ന ആൾക്കാരെ അറിയിക്കുന്നു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുകൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. അതൊക്കെയാണ്. ഇനി കമ്പനിയുടെ പെർഫോമൻസ് എന്താണ് എന്ന് മെഷർ ചെയ്യാനായിട്ടും ഇതുകൊണ്ട് കഴിയുന്നു, ഈ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ്, അതായത് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, നല്ല നല്ല റെക്കമെൻഡേഷൻസ് മാനേജ്മെന്റിന് കൊടുക്കാനായിട്ട് ഒക്കെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ആരാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ള നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മൾ ഒരിക്കൽ കൂടി നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഹു ഈസ് എ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്? ആരാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നത്, അദ്ദേഹത്തിന്റെ ജോലികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്? ഉത്തരം എങ്ങനെയാണ്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ടു മാനേജ് വൺസ് ഫിനാൻസസ്. ഒരു കമ്പനിയുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സമഗ്രമായ പ്ലാനാണ്. ടു അച്ചീവ് ഫിനാൻഷ്യൽ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. സ്ഥാപനത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങളും മറ്റും ഒക്കെ ആ സ്ഥാപനം നേടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഒരു മുൻകൂട്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാകുന്നത്. സമഗ്രമായ പ്ലാനാണ്, കോംപ്രഹെൻസീവ് പ്ലാനാണ്. അപ്പൊ അതിലൂടെ എന്തൊക്കെയാണ്? കമ്പനിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. എങ്ങനെയാണ് കമ്പനിയുടെ വരവുകൾ, എങ്ങനെയാണ് കമ്പനിയുടെ ചെലവുകൾ, എങ്ങനെയാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ ആസ്തികൾ, അസറ്റ്സ്, എങ്ങനെയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ കടബാധ്യത, ഡെറ്റ്, ആൻഡ് എന്തൊക്കെയാണ് കമ്പനിയുടെ ഈ വർഷം നേടാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ഫിനാൻഷ്യൽ ഗോൾസ്. ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ബന്ധപ്പെട്ട ആൾക്കാർ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ കമ്പനീന്റെ സാമ്പത്തിക നിലയെ അസസ് ചെയ്യുക, വിലയിരുത്തുക. ഇതാണ് ആദ്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത്. രണ്ട്, സെറ്റിംഗ് ഫിനാൻഷ്യൽ ഗോൾസ് ആണ്. സാമ്പത്തികമായ ലക്ഷ്യങ്ങള് നമുക്ക് ഈ വർഷം നമ്മൾ നേടേണ്ടത് എന്താണെന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഐഡന്റിഫൈയിങ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്. ഷോർട്ട് ടേം ഇൻ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലോങ് ടേം ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ അത്തരം കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റിംഗ് എ ബജറ്റ്. ഒരു ബജറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് എ പ്ലാൻ ഫോർ അലോക്കേറ്റിംഗ് ഇൻകം ടുവേർഡ്സ് എക്സ്പെൻസസ്, സേവിങ്സ് ആൻഡ് ഡെറ്റ്. ഇൻകം, എക്സ്പെൻസസ്, സേവിങ്സ് അല്ലെങ്കിൽ ഡെറ്റ് റീപേയ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു എത്ര നീക്കി വെക്കണം എന്നതിനെ കുറിച്ച് ഒരു ഏകദേശ കണക്കുണ്ടാക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നാലാമത് ഇൻവെസ്റ്റിംഗ് ആൻഡ് മാനേജിങ് റിസ്ക് മാനേജ്മെന്റ് ആണ്. കൺസിഡറിംഗ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് സച്ച് ആസ് സ്റ്റോക്ക്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്. സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇങ്ങനെ പല പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്.
ഇതൊക്കെ നോക്കിയിട്ട് എവിടെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു തരണേ. ദെൻ ടാക്സ് പ്ലാനിങ്ങും ഇതിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അതുകൂടി ടാക്സ് പ്ലാനിങ്ങും അതിന്റെ ഭാഗമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. സോ ഇതൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ അത് ആവശ്യമാണ്. നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്ട്രെസ് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. നമ്മുടെ സേവിങ്സ് വർദ്ധിപ്പിക്കണമെങ്കിൽ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് പൂർത്തീകരിക്കണമെങ്കിൽ ഇതൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ, സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കണമെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.